ഒരു ദിവസം കൊണ്ട് കുറച്ച് ചെമ്മീൻ ഉണക്കിയെടുത്താലോ നമുക്ക്. ഇന്ന് എനിക്കൊരു 2 കിലോത്തോളം ചെമ്മീൻ കിട്ടിയിട്ട്, കൊച്ചു ചെമ്മീനാണ് ഉണക്കാൻ നല്ലത്. അതിന് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല വെള്ളത്തിൽ അലമ്പി കഴുകിയെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് മണൽത്തരി ഉണ്ടാവും. പിന്നെ ചെറിയ ശംഖും ചെറിയ ഞണ്ടും പിന്നെ കുറേ വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ പറക്കി കളഞ്ഞ് കഴുകിയെടുക്കുക. അവസാനം കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക കേട്ടോ. അതെന്ന് വെച്ചാൽ മീനൊന്ന് സ്റ്റിഫായി കിട്ടി. അതിന് ശേഷം വെള്ളം വാർന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടയുള്ള പാത്രത്തിലിട്ട് വെക്കുക. കുറേ വേസ്റ്റ് മീൻ കിട്ടി കണ്ടോ. ഇനി ഇതൊരു നമ്മളൊരു സ്റ്റൗവിൽ ഒരു തട്ട് വെക്കുക. നമ്മുടെ പഴയ മൂടിക പാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു തട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക തട്ട്. അതിനുശേഷം തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ 2 തട്ട് വെച്ചിട്ടാട്ടോ ഇതിനെ വേവിച്ചെടുക്കണം. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതിന് ഇടയ്ക്ക് ഒന്ന് 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് വെക്കണേ. അങ്ങനെ ഇളക്കി വരുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒരു 10-20 മിനിറ്റ് എടുക്കും. വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഇന്നിപ്പോൾ എനിക്ക് വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാനിതിനെ ബാക്കി ഒരു ദിവസം വെയിൽ കൊള്ളിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉണക്കി കിട്ടി. ഇനിയിപ്പോൾ മഴക്കാലത്താണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മൾ ഇളക്കി അതിനെ ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും കേട്ടോ. മറ്റേ നമുക്ക് ഡ്രയറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രയറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെയിലത്തിട്ട് ഉണക്കി അടിപൊളി. ഇനി കഴുകും കൂടെ വേണ്ട കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിലും കുറേശ്ശെ ആണെങ്കിലും അത് ഉണക്കിയെടുക്കാം. ഒരു 2 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ എളുപ്പത്തിൽ നമ്മളിത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷക്കാലം ഇനി അടുത്ത ഓണം വരെയുള്ള ഉണക്കച്ചെമ്മീനായിട്ടോ ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.